മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും സഹയാത്രികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാൽ നൈറ്റ് ബീഹാർ എത്തി. വളരെ മോശം എക്സ്പീരിയൻസ് ആണ്, പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ നല്ലോണം ചിരിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് പ്രായമായിട്ടില്ലേ, ഒരു മധ്യവയസ്കയാണ്. പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുന്നത് എൻ്റെ മീൻസ് ആ വേർഡ് ഞാനിപ്പോൾ ഹിന്ദിയിൽ പറഞ്ഞാൽ ചുറ്റി നിൽക്കുന്ന ഇവരാണ്, അത് അവരെങ്ങനെ എടുക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവർ പറഞ്ഞത് എന്നോട് ചോദിച്ചത് ഇതാണ്, എൻ്റെ മതം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ ചോദ്യം മനസ്സിലായെങ്കിൽ ഞാൻ മനസ്സിലാവാത്ത പോലെ നിന്നു. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു, ഈ ഹിന്ദു, ക്രിസ്ത്യൻസ്, മുസ്ലിം, സിഖ് അങ്ങനെയില്ല, നിങ്ങൾ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം കേരളത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ കേരളത്തിൽ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന്. പറഞ്ഞു നിങ്ങൾ നമ്മളെ പശുവിനെ, അല്ലാതെ മറ്റിതില്ലേ പശു, പോത്ത്, ആ സാധനം അതിനെ തിന്നുന്നില്ലേ. ഞാൻ ഒന്നും കമൻ്റ് ചെയ്തു, കാരണം ഇവന്മാർ രണ്ടുപേരും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിലായിരുന്നു. അപ്പോൾ ചുമ്മാ നടന്നൊരു ചൊറ വലിക്കാൻ പറ്റില്ലല്ലോ. ഒരാളെ ഒരു ട്രെയിനിൽ നിന്ന് കണ്ടവരാ അപരിചിതനോട് ഡയറക്റ്റായിട്ട് ഇമാർ ചോദ്യം ചോദിക്കണമെങ്കിൽ അവരെ മെൻ്റൽ സ്റ്റാറ്റസ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അവരോട് ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും വേണ്ടിയില്ല. അവർ പറഞ്ഞു എന്നിട്ട് എന്നോട് ഇവിടുത്തെ കുറേ ആശ്രമത്തിലും കുറേ ടെമ്പിളിലൊക്കെ പോകാൻ, ഏതോ ഗംഗാതീരത്തിൽ ഏതോ ആശ്രമമൊക്കെ പറഞ്ഞു, അവിടെ പോയാൽ നിങ്ങളെ മനസ്സ് മാറും, നിങ്ങൾ നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരം. ഞാനത് ഒരാളാണെന്ന് വിചാരിച്ചു. ഇവിടെ ഇന്ന് രാവിലെ ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് ഞങ്ങളെ ലഗേജ് ക്ലോക്ക് റൂമിലാണ് വെച്ചത്. ട്രെയിൻ ഓൾറെഡി ലേറ്റാണ്, ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ഇവിടെ 12 മണിക്ക് എത്തേണ്ട ട്രെയിന് എത്തിയത് 2 മണിക്ക് 3 മണിക്കാണ്. ഈ അറിയാത്ത സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുകയെന്ന് പറഞ്ഞാൽ, കറങ്ങുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ രാവിലെ ഒരാൾ ടിക്കറ്റ് വെച്ചിട്ട് വന്നപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു. അപ്പം അതുവരെ കൂടെ 2 ആൾക്കാരുണ്ടായി. അതിലൊരു സാറ് ഭയങ്കര മാന്യമായിരുന്നു. മറ്റേ ആൾ നമ്മളൊരു വേർഡ് പറഞ്ഞാൽ ആ വേർഡ് അപ്പാട് ഭയങ്കര ഒച്ചപ്പാട് ബഹളം, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഇതേ സംഭവം നമ്മൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞ മുതൽ ഡബിൾ ഇരട്ടിയായി. പുള്ളിക്കാരൻ എന്തോ ഒരു ദേഷ്യവും വൈരാഗ്യമില്ലല്ലോ പെരുമാറും. ഇത് റെയിൽവേൻ്റെ ഒഫീഷ്യൽ ടിക്കറ്റ് ചെക്കറാണ്. അതായത് മറ്റേ പുള്ളിക്കാരൻ കുറച്ചും കൂടി മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇച്ചങ്ങനെ ഒന്നും, നമ്മൾ ഒരു വേർഡ് പറയുമ്പോൾ അത് പിടിച്ചിട്ട് അതായത് ഇത്രയും ഞങ്ങൾ പറയുന്നല്ലോ, ഞങ്ങൾ ഇന്നലെ വന്നതാണ്, ഞങ്ങൾ ട്രെയിൻ ഇന്ന് വൈകുന്നേരമാണ്, അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ക്ലോക്ക് റൂമിൽ ലഗേജ് വെക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ തിരിച്ചു പോകും. ഇത് പറയേണ്ടി ഞങ്ങൾക്ക്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇന്നലെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ മിനിയൊന്നും പറയാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒന്ന് കിട്ടുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. അത്രക്കൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് എനിക്കങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം ട്രെയിനിലൊരു കണ്ടുമുട്ടിയ ആൾ മുതൽ ഇവരെ ഒരു റെയിൽവേൻ്റെ ഓഫീസർ വരെ കേരളം എന്ന് പറയുന്ന സമയത്ത് പൊട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെ വേണം, പൊട്ടുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഞങ്ങൾക്ക് ബീഹാർ ചടച്ച്. കാരണം ഒരു ഫുഡ് ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഓരോ ഫുഡ് കഴിക്കുമ്പോൾ പേടിയാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഇപ്പം എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിക്കുന്നത് ഇതാണ്, ഗ്യാസിൻ്റെ ഗുളിക, പണി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത്ര പേടിയാണ്. കാരണം ഒരു ഹൈജീനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ മാതിരി. പക്ഷെ അതേ സമയത്ത് സ്നേഹമുള്ള കുറേ ആൾക്കാരുണ്ട്. ഇന്നലെ ഈവനിങ് തന്നെ ഒരു പുള്ളിക്കാരൻ നമ്മളോട് വന്ന് ചോദിച്ച്, പുള്ളിക്കാരൻ നമ്മളെയും കൊണ്ട് നടന്ന്, പുള്ളിക്കാരൻ ഹിന്ദിയിൽ സംസാരിച്ച് എല്ലാം റെഡിയാക്കി തന്നായിരുന്നു. ഒരു അത്യാവശ്യം എഡ്യൂക്കേറ്റഡായി നല്ലൊരു അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു പ്രൊഫഷണൽ ഒരാളാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ എല്ലാം ഇതാക്കി. ബാക്കി ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് റോഡ് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെയെല്ലാം ഒരു ഇത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി അങ്ങനത്തെ ഒരു അറപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അമ്മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ എന്താ പറയുക, എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പുറത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ട റെയിൽവേൻ്റെ ഓഫീസറുണ്ട്, പുള്ളിക്കാരൻ വരെ അതാണ് നോക്കി കഴിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ സംഭവം ഞങ്ങൾക്ക് അതൊക്കെ അറിയില്ല. എന്നാലും രാവിലെ ആയി, ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ വന്നിട്ടില്ലേ, എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 1 മാസമായി.
അപ്പോൾ ഒന്നാമത് ഇവിടുത്തെ പുറത്ത് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം അടുത്ത് കാണുന്ന ഓരോ ഇതങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും 1 മാസമായി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആക്കുന്നുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലായിരിക്കും വരിക. യൂട്യൂബിൽ വരാൻ പറ്റില്ല. കാരണം നല്ല സോങ്ങെല്ലാം ഉണ്ടെങ്കിൽ അത് കോപ്പിറൈറ്റ് അടിച്ചിട്ട് പിന്നെ പോകും. അപ്പം ഇന്ന് അതായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി സ്പോട്ട് വന്നു. ഞാൻ മട്ടൻ എഗ്ഗ് ബിരിയാണി, ആദർശ് ചിക്കൻ എഗ്ഗ് ബിരിയാണി, റോജ നോർമൽ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ചില്ലാക്കുമെന്ന് ഓൾറെഡി കോൾഡാണ്, നല്ല കോൾഡാണ്. അപ്പം ഇത് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി വരും. അപ്പോൾ സാധനം എങ്ങനെയുണ്ട് നോക്കാം. അധികം സ്പൈസസ് ഒന്നുമില്ല റൈസിൽ. ഉരുളക്കിഴങ്ങുണ്ട്. പീസ് എങ്ങനെയുണ്ട് നോക്കാം. വലിയ ഫ്ലേവറും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് റബ്ബറിയാണ്. പക്ഷെങ്കിലും കാണുമ്പോൾ കഴിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളെ അവസ്ഥ എന്നാളാ? അല്ല, ഇത് നമ്മൾ എക്സാക്ട് മറ്റേ ഹൈദരാബാദിൽ നിന്ന് കഴിച്ച മറ്റേ ബിരിയാണി. റൈസിന് നല്ല സ്പൈസ് ഉണ്ട്. പീസൊന്നും വലിയ പീസ് അത്ര വലിയ ശരിയാണ്. എനിക്ക് ആ കൊൽക്കത്തയിൽ കഴിച്ച ബിരിയാണിയുടെ ഫ്ലേവർ ആയിട്ട് ഫുഡ് കഴിച്ച് വന്നിട്ട് വേറൊരു മാളിൽ പോയി കുറച്ച് ഇപ്പോൾ ശരിക്ക് ഈ ബീഹാർ വന്ന ശേഷം റിലാക്സ് ആയിട്ട് കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി കംപ്ലീറ്റ് വെരി ഡിസപ്പോയിൻറ്റഡ്. ഇന്ന് അത്ര നല്ലൊരു ദിവസം ആയിരുന്നില്ല. ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് സമയം റിലാക്സ് ആയിരുന്നു ആ ഒരു മാള കിട്ടിയോണ്ട്. വേറെ ആ പട്ന എന്ന് പറഞ്ഞ സിറ്റിയിൽ എനിക്ക് പ്ലാനറ്റേറിയം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് ഷോ മിസ്സായി പോയി. ബട്ട് ആ ഒരു സിറ്റി തന്നെ ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കാണുന്ന മീൻസ് ഒരാളും ഞങ്ങൾ എവിടെ നിന്നാണ്, ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്ന് അറിയുമ്പോൾ അവരെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അവരെ ഫേസ് അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ആ മുഖം ചേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ആ മുകളിൽ എന്താ പറയുക കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഒരു ഫുഡും ഇവിടെ നിന്ന്, സീരിയസ്ലി പറയാലോ. കാരണം രണ്ടോ ഇല്ല. കാരണം ഞങ്ങളൊരു അടച്ചുറപ്പ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ തീ വിലയാണ്. ഇവിടെ എല്ലാവരും അധികം അത് ഞങ്ങളെ ഹോട്ടലിൽ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരാളും വന്നിട്ടില്ല അതുവരെയാണ്. കാരണം ഞങ്ങൾ പോകുമ്പോഴാണ് AC വരെ ചില ഹോട്ടലിൽ ഓണാക്കുന്നത്, മീൻസ് ഞങ്ങളവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതല്ല ഈ എന്താ പറയുക റോഡ് സൈഡിൽ ചെറിയ കടകളിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ തന്നെ വിശപ്പ് പോയി പോകുന്ന രീതിയിലുള്ള ഓരോ രീതികളാണ്. അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ബേസിക്കായിട്ട് ഈ നാട്ടുകാർക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുമല്ല, എങ്ങനെയാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള സാമാന്യ ബോധം ഒന്ന് പറഞ്ഞു ആരെങ്കിലും ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ജനറലൈസ് ചെയ്യുന്നതല്ല എല്ലാവരും, പക്ഷെങ്കിൽ ബേസിക്കായിട്ട് ഇവർക്ക് അറിയില്ല എന്ന് തന്നെ തോന്നിപ്പോകുന്നു. ഇന്നലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളൊരു ടോയ്ലറ്റ് നല്ല അത്യാവശ്യം അവർ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്, 3 വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ട്. അതുകൂടാതെ കുളിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ, യൂറിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അത് അവർ വന്ന് ക്ലീൻ ചെയ്യുന്നുമുണ്ട്. ഇൻ്റർപ്രറ്റൻ്റായിട്ട് വന്നിട്ട് അവിടുത്തെ ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് പോലും കുളിമുറിയിലൊക്കെയാണ് ഇവർ കാര്യം സാധിക്കുന്നത്. എന്താ അതിന് പറയേണ്ടേ അറിയില്ല. ഇവിടെ തന്നെ ഞങ്ങളിപ്പം ഗയ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടല്ലേ, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ മടിയാണ്. കാരണം ഒന്ന് വയറിന് പണി കിട്ടിക്കഴിഞ്ഞാൽ
പോകാൻ വേണ്ടി ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ ഇവിടെ. കാരണം ഒരു പേ ആൻഡ് യൂസ് ടോയ്ലറ്റിൽ പോയാൽ പോലും ഇപ്പം തന്നെ രാവിലെ റോജൻ കണി കണ്ട കാഴ്ച കണ്ട് അവൻ്റെ മനം എടുത്തവനിരിക്കും. ഗയയിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലല്ലേ, ഇവിടെ നിന്നൊന്ന് കറങ്ങണം. അവിടെ നിന്നെങ്കിലും എന്തെങ്കിലും നല്ല കാഴ്ചകളോ അല്ല എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസുകളോ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഗയയിലാണുള്ളത്. ഞങ്ങൾ പട്നയിൽ നിന്ന് രാവിലെ ഗയയിലേക്ക് വന്നു. ഞങ്ങൾ പട്നയിൽ നിന്ന് വളരെ കെയർഫുള്ളായി വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് കഴിച്ചത്. എന്നിട്ട് വരെ തൊട്ടടുത്ത ദിവസം, അതായത് ഇന്ന് വയറ്റിന് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന്. അപ്പോൾ ഇതിനേക്കാൾ മോശമാണ് ഇനി പോകാൻ വേണ്ടി പോകുന്ന സ്ഥലം വാരണാസി എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പം ഞങ്ങൾ ഒരു വൃത്തിയില്ല ടോയ്ലറ്റ്. കാരണം വൃത്തിയെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടറിയില്ല. ഇവിടെ കണി തന്നെ അങ്ങനത്തെ ഓരോ ഇതാണ് കാണുന്നത്. അത് കണ്ട് പിടിച്ച് ഡെസ്റ്റിനേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മിണ്ടാണ്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കണം. നമ്മളിതാ ഈ ബർഗർ സിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് ഫുഡ് കഴിച്ചത്. ഇന്ന് എന്തായാലും ഈ റോഡ് സൈഡിലെ കടയിൽ കഴിക്കാൻ പേടി, സത്യം പറഞ്ഞാൽ പേടിയായിട്ടാണ്. പിന്നെ പല കടകളും വേറെ ഓപ്പൺ ചെയ്യില്ല. ഇന്ന് ഹോളി ആയതുകൊണ്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത ഒരു കടയിൽ നിന്നാണ് ഇപ്പം കഴിച്ചത്. ഇവിടെ 39 രൂപക്ക് ഒരു നിക്കു സിംഗ് ബർഗർ എന്ന് പറഞ്ഞ ബർഗർ ഉണ്ട്. അത് കഴിച്ചു. അത് കൊള്ളാം, അത്യാവശ്യം വിശപ്പ് മാറുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് പോകണം, ബോധ്ഗയയിലേക്ക്. എങ്ങനെ പോകുന്നൊന്നും അറിയില്ല, അവിടെ ഓപ്പൺ ആണോ ഒന്നും അറിയില്ല. ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുമെന്ന്. ഇവിടെ ഇന്ന് ഹോളി ആയതുകൊണ്ട് മാത്രമല്ല, ഇവിടെ അധികം ഓട്ടോ ഫെസിലിറ്റീസാണ്, ഷെയർഡ് ഓട്ടോസ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെടുത്ത് നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് നടന്ന ഒരു ഏരിയ കിട്ടി. അവിടുന്ന് 20 രൂപ കൊടുത്തിട്ട് ഒരു സ്റ്റോപ്പിലേക്ക്, അവിടുന്ന് പിന്നെ 30 രൂപ കൊടുത്തിട്ട് വേറൊരു സ്റ്റോപ്പിലേക്ക്. ഇത് 30 രൂപ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ അതിനുശേഷം ബോധ്ഗയൻ്റെ മെയിൻ ആ ഒരു സർക്കിളിൻ്റെ അവിടെ എത്തിയിട്ട് അവിടുന്ന് പിന്നെ ഒരു ടോട്ടൽ 40, 3 പേരും കൂടി 40 രൂപ കൊടുത്തിട്ട് ഇവിടെ ഞങ്ങൾ ബോധ്ഗയ കണ്ടു. അതിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും അലൗഡ് അല്ല, ഫോണൊക്കെ പുറത്ത് വാങ്ങി വെക്കുന്നുണ്ട്, ഫ്രീ ഓഫ് ചാർജാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 3-4 ദിവസമായി ഒരു കണ്ടന്റ് എന്ന് പറയാനോ, അങ്ങനെ കണ്ടന്റ് എന്നല്ല, ഒരു സ്ഥലത്തേക്ക് പോകാനോ അതൊന്നും പറ്റാതെ ജസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകുന്നത് എന്തെല്ലാം കാണുന്നൊരു സാധനം. അപ്പോൾ ഇന്നും ഏകദേശം അങ്ങനെ തന്നെയായി. ഇനിയിപ്പോൾ ഇന്ന് ഒരു മൊണാസ്ട്രിയിലേക്ക് പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ വാരണാസി. അപ്പോൾ ഈ വീഡിയോ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇടലായിരിക്കും മിക്കവാറും നടക്കുന്ന പരിപാടി. ഈ ബീഹാർ കയറിയ മുതൽ ഒരു നെഗറ്റീവായി, ഒന്നും ഷൂട്ട് ചെയ്യാനില്ല, ഒന്നും കാണാൻ, ഇങ്ങനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനും തോന്നില്ല, ഫുഡും ഒരു കഴിക്കാൻ മൂടില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കണ്ടാണ് ഒരു ചൈനീസ് ടെമ്പിൾ എന്നാണ് എഴുതിയത്. നല്ല ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ. നമുക്കെന്തായാലും ഉള്ളിലൊന്ന് കയറി നോക്കാം. അപ്പോൾ ഞങ്ങൾ ഗയനെ ട്രെയിനിൽ കയറി. വിചാരിച്ച പോലെ ജനറൽ ടിക്കറ്റ് ഇല്ലവരാരും ഇവിടെ കയറി കുത്തിരിക്കുന്നൊന്നുമില്ല. ഇപ്പം ബ്ലാങ്കാണ്. മിക്കവാറും രാത്രിയാകുമ്പോൾ ഏതെങ്കിലും സ്റ്റേഷനിൽ കുത്തിക്കയറാനായിരിക്കും ചാൻസ്. ഇവിടുന്ന് 5 മണിക്കൂർ യാത്രയുണ്ട്. 10 മണി അടിക്കുമ്പം എല്ലാ ബെഡും നിവർത്തിയിൽ കിടക്കും. അതിൽ നോ മോർ കോംപ്രമൈസ്, അല്ലെങ്കിൽ ആൾക്കാർ വന്നിരുന്ന് ആകെ ബുദ്ധിമുട്ടാവും. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇന്നെങ്കിലും ഒന്ന് കുറച്ച് ഉറങ്ങണം. വാരണാസി എത്തണം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന്. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ഫ്രം സഹയാത്രിക.